നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കാം അതിവേഗത്തിൽ. ആദിവാസി വകുപ്പിൽ ഉന്നത കുലജാതർ മന്ത്രിയാകണമെന്ന വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഉന്നത കുലജാതർ മന്ത്രിയായാലേ ഗോത്രവിഭാഗങ്ങൾക്ക് പുരോഗതി ഉണ്ടാകൂവെന്നും കേന്ദ്ര സഹമന്ത്രി. പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നതായും വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി. ഉന്നത കുലമാണോ എന്ന് സുരേഷ് ഗോപിയല്ല തീരുമാനിക്കേണ്ടതെന്ന് കെ രാധാകൃഷ്ണൻ എം പി. സുരേഷ് ഗോപിയുടേത് ഭരണഘടനാ ലംഘനമെന്നും കെ രാധാകൃഷ്ണൻ എം പി. സുരേഷ് ഗോപിക്ക് എപ്പോഴും ഉന്നത കുലജാതർ എന്ന് പറഞ്ഞ് നടപ്പാണെന്നും കേരളത്തെ തകർക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേതെന്നും കെ രാധാകൃഷ്ണൻ എം പി കൂട്ടിച്ചേർത്തു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് സുകുമാരൻ നായർ. ചെന്നിത്തലയെ NSS ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചത് നായരായതുകൊണ്ടെന്നും SNDP അവഗണിച്ചതുകൊണ്ട് കോൺഗ്രസ് തകർന്നെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയില്ലെന്നും സുകുമാരൻ നായർ. UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമെന്ന സൂചന നൽകി മുസ്ലിം ലീഗ്. കോൺഗ്രസിന് താൽപര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുമെന്നും സാദിഖ് അലി തങ്ങൾ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിന് പിന്നാലെ കേരളത്തെ അവഹേളിച്ച് പ്രസ്താവന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. ബജറ്റിൽ ഒന്നും കിട്ടിയില്ല എന്ന് വിലപിക്കുകയല്ല, കിട്ടിയ ഫണ്ടുകൾ ഉപയോഗിക്കുകയാണ് കേരളം ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കേരളത്തെ അവഹേളിച്ച് സംസാരിച്ചിരുന്നു. കേരളത്തെ അപമാനിച്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധം ശക്തം. കേരളം ദരിദ്രമാകണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. BJPയുടേത് ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത നിലപാടെന്നും കേരള വിരുദ്ധതയുമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തെ അവഹേളിച്ച കേന്ദ്രമന്ത്രിക്ക് ജനങ്ങൾ മറുപടി നൽകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജോർജ് കുര്യന്റെ പ്രസ്താവന കേരള ജനതയെ പരിഹസിക്കുന്നതെന്നും TP രാമകൃഷ്ണൻ. സുരേഷ് ഗോപിയുടെ പരാമർശം യാദൃശ്ചികമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നരേന്ദ്രമോദിയുടെ പാത പിന്തുടരുകയാണ് സുരേഷ് ഗോപിയെന്നും ബിനോയ് വിശ്വം. ജോർജ് കുര്യന്റെ പ്രസ്താവന BJPയുടെ ശബ്ദമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. BJP കേരള വിരുദ്ധ പാർട്ടിയായി മാറിയെന്നും EP ജയരാജൻ. കേന്ദ്രത്തിന് മുൻപിൽ പിച്ചച്ചട്ടി നീട്ടി നിൽക്കാൻ കേരളത്തിന് സൗകര്യമില്ലെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. വിവാദ പ്രസ്താവനയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റേത് ദൗർഭാഗ്യകരമായ പ്രസ്താവനയെന്ന് രമേശ് ചെന്നിത്തല. ഇത് തെറ്റായ സമീപനമാണെന്നും രമേശ് ചെന്നിത്തല. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനം തുടരുന്നു. പൊതുചർച്ചയിൽ മറുപടി. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും നാളെ തെരഞ്ഞെടുക്കും. മുനമ്പം കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് മന്ത്രി P രാജീവ്. മുനമ്പം ജനതയുടെ അവകാശം സംരക്ഷിക്കാൻ കഴിയണം. മുനമ്പത്തെ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കോടതി തന്നെ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. സനാതനധർമ്മത്തെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സനാതനധർമ്മം ലോകം മുഴുവൻ പ്രകാശം നൽകേണ്ട വിളക്ക്. ഇതിനെ പല വ്യാഖ്യാനങ്ങളിലൂടെ ആക്ഷേപിക്കുന്നുവെന്നും സനാതനധർമ്മം നശിക്കാത്തതെന്നും VD സതീശൻ. കോഴിക്കോട് രാമനാട്ടുകര ഫ്ലൈഓവർ ജംഗ്ഷന് സമീപം യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് ഒഴിഞ്ഞ പറമ്പിൽ. മലപ്പുറം വൈദ്യരങ്ങാടി സ്വദേശി ഇജാസ് പോലീസ് കസ്റ്റഡിയിൽ.
ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതു അറസ്റ്റിലായത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം തട്ടിയെന്നാണ് കേസ്. മലപ്പുറം എളങ്കൂരിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പ്രബിൻ അറസ്റ്റിൽ. പ്രബിനെതിരെ ചുമത്തിയത് ആത്മഹത്യാ പ്രേരണ, സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങൾ. വർക്കലയിൽ ക്യാൻസർ രോഗിയായ അച്ഛനെയും അമ്മയെയും മകൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ ഇടപെടൽ. വൃദ്ധദമ്പതികളുടെ ചെലവിനായി മക്കൾ 3 പേരും 10,000 രൂപ വീതം മാസം നൽകണമെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. പോലീസ് ഇടപെടലിൽ വീട് തിരിച്ചു നൽകി മകൾ. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ ബോംബ് ഭീഷണി. ഫോർട്ട് മാനർ ഹോട്ടലിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് ഇമെയിൽ മുഖാന്തരം. മനുഷ്യ ബോംബ് ഉപയോഗിച്ച് ഹോട്ടൽ തകർക്കുമെന്നായിരുന്നു ഭീഷണി. ഇടുക്കി മൂലമറ്റത്ത് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം. മൂലമറ്റം തേക്കുംകൂപ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് കാഞ്ഞാർ പോലീസ്. ചോറ്റാനിക്കരയിൽ ക്രൂരമർദ്ദനമേറ്റ് 19-കാരി മരിച്ച സംഭവത്തിൽ പ്രതി അനൂപിനെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ്. അനൂപിന്റെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ച് പോലീസ്. വിദ്യാർത്ഥി മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിന്റെയും ക്ലാസ് ടീച്ചറിന്റെയും മൊഴിയെടുത്തു. വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് കുട്ടിക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുത്തത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കച്ചവട മനോഭാവത്തോടെ നടത്തുന്ന കുറച്ച് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. KER അട്ടിമറിച്ച് ചില സ്വകാര്യ സ്കൂളുകൾ പ്രവേശന നടപടി ആരംഭിച്ചു. 1ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷ നടത്തുന്നു. ഇത് അംഗീകരിക്കില്ലെന്നും മന്ത്രി. തലയോലപ്പറമ്പ് പള്ളിയിലെ സംഘർഷത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ്. ദേഹോപദ്രവമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. കേസെടുത്തത് ഫാദർ ജോൺ തോട്ടുംപുറം, ഫാദർ ജെറിൻ, 2 ഇടവകാംഗങ്ങൾ എന്നിവരുടെ പരാതിയിൽ. ഗാന്ധിവധത്തിൽ ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ച എഴുത്തുകാരി KR മീരയെ പിന്തുണച്ച് അശോകൻ ചെരുവിൽ. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കാലത്തിലും തെറ്റായ നയങ്ങൾ തിരുത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ലെന്നും എഴുത്തുകാരൻ അശോകൻ ചെരുവിലിന്റെ വിമർശനം. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ലഹരി കേസുകൾ സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ഞെട്ടിക്കുന്നു. സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തിനെതിരെ ജാഗ്രത വേണമെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. കോന്നി മെഡിക്കൽ കോളേജിന്റെ ഫോറൻസിക് ബ്ലോക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഫോറൻസിക് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി വഴി 351.72 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. ബാവലിയിൽ വൻ MDMA വേട്ട. 32.78 ഗ്രാം MDMAയുമായി 4 പേർ അറസ്റ്റിൽ. ബാവലി മീൻകൊല്ലി റോഡ് ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. ഛത്തീസ്ഗഡിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 8 മാവോയിസ്റ്റുകളെ വധിച്ചു. ഗംഗളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. രാജസ്ഥാനിൽ സ്കൂളിൽ മൂത്രപ്പുരയുടെ മതിൽ ഇടിഞ്ഞു വീണ് വിദ്യാർത്ഥി മരിച്ചു. ദാർബേച്ചി ഗ്രാമത്തിലെ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്.
മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന തരത്തിലുള്ള തന്റെ വ്യാജ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകി നടൻ പ്രകാശ് രാജ്. ഇൻഫ്ലുവൻസറായ പ്രശാന്ത് സമ്പർഗയ്ക്കെതിരെ ലക്ഷ്മീപുരം പോലീസിലാണ് നടൻ പരാതി നൽകിയത്. ഔഷധ പരസ്യ നിയമം ലംഘിച്ചതിന് ബാബ രാംദേവിനും ബാലകൃഷ്ണയ്ക്കും ജാമ്യമില്ലാ വാറന്റ്. കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വാറന്റ് പുറപ്പെടുവിച്ചെന്നും ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. മദ്യപിച്ച സുഹൃത്തുമായി 100 രൂപ ബെറ്റ് വെച്ച ശേഷം കുളത്തിലിറങ്ങി നീന്തിയ 45-കാരൻ മുങ്ങി മരിച്ചു. ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് സംഭവത്തെ തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ കുളത്തിന് സമീപത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് രാജ് താക്കറെയും. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഉടൻ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിംഗ് യന്ത്രത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ഇപ്പോൾ യന്ത്രത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുകയാണ് രാജ് താക്കറെയും. അമേരിക്കയിൽ അപകടത്തിൽപ്പെട്ട അമേരിക്കൻ എയർലൈൻസ് ജെറ്റ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. പരിശോധിച്ച് 30 ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്. സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച വിമാനം പൊട്ടോമാക് നദിയിൽ തകർന്നു വീഴുകയായിരുന്നു. അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ ചെറുവിമാനം തകർന്നു വീണതിൽ അന്വേഷണം. വിമാനം കഴിഞ്ഞ ദിവസം തകർന്നു വീണത് ജനവാസ മേഖലയിൽ. അപകടത്തിൽ 6 പേർ മരിക്കുകയും പ്രദേശത്തെ 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അധിക തീരുവ ചുമത്തിയ ട്രംപിന്റെ നടപടിക്ക് തിരിച്ചടി നൽകുമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെൻബാം. ട്രംപിന്റെ നടപടിക്ക് ബദലായി ഒരു പ്ലാൻ ബി ഉണ്ടാക്കാൻ ഇക്കണോമിക് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നടപടി ആരംഭിക്കുമെന്നും ക്ലൗഡിയ ഷെൻബാം. അധിക തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് മറുപടിയുമായി കാനഡ US ഉൽപ്പന്നങ്ങൾക്കുമേൽ 25% അധിക നികുതി ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. 155 ബില്യൺ കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്കാവും അധിക നികുതി ചുമത്തുക. കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയ അമേരിക്ക ചൊവ്വാഴ്ച മുതൽ ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. തീരുവ ഒഴിവാക്കണമെങ്കിൽ കമ്പനികളോട് അമേരിക്കയിലേക്ക് പ്രവർത്തനം മാറ്റണമെന്നും ട്രംപ്. ഇന്ത്യ ഇസ്രയേൽ മൈത്രി പ്രൊജക്ടിന് തുടക്കം കുറിച്ച് ഇന്ത്യൻ സംഘം ഇസ്രയേലിൽ. ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടരുന്നതിനിടെ ഇസ്രയേൽ സമൂഹത്തിലുണ്ടായ കൂട്ടക്കൊലയെക്കുറിച്ചറിയാനും ഉഭയകക്ഷി ചർച്ചകൾക്കും ഇസ്രയേൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാനും ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. മത്സ്യകന്യകയായി കൂറ്റൻ അക്വേറിയത്തിൽ പ്രകടനം നടത്തിയ 22-കാരിക്ക് നേരെ സ്രാവിന്റെ ആക്രമണം. ചൈനയിലെ ഷിൻഷുബന പ്രിമിറ്റീവ് ഫോറസ്റ്റ് പാർക്കിലാണ് സംഭവം. നിരവധി പേർ നോക്കി നിൽക്കെയാണ് റഷ്യക്കാരിയായ മാഷയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. ആന്റണി വർഗീസ് ചിത്രം ദാവീദിന്റെ ആദ്യ ഗാനം പുറത്ത്. ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുഹൈൽ വർഗീസാണ് വരികൾ എഴുതിയത്. ആസിഫ് അലി നായകനായി മാത്തുക്കുട്ടി സേവ്യർ സംവിധാനം ചെയ്യുന്ന ചിത്രമൊരുങ്ങുന്നത് 70കളുടെ പശ്ചാത്തലത്തിൽ. പിരീഡ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് വിമൽ ഗോപാലകൃഷ്ണൻ. ഋജുരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ജോങ്ക ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശനം ചെയ്തു. മേജർ രവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ടൈറ്റിൽ പ്രകാശനം ചെയ്തത്. ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന നാരായണന്റെ 3 ആൺമക്കൾ ഫെബ്രുവരി 7-ന് റിലീസ് ചെയ്യും. ജോബി ജോർജ് നിർമ്മിക്കുന്ന സിനിമയിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ ഹിന്ദി റീമേക്കിൽ നായികയായി സാനിയ മൽഹോത്ര. സാനിയ മൽഹോത്ര കഥാപാത്രമാകുന്ന ചിത്രത്തിന്റെ പേര് മിസിസി എന്നാണ്.
ഉണ്ണി മുകുന്ദന്റെ ചിത്രം ഗെറ്റി സെറ്റ് ബോംബിലെ ആദ്യ ഗാനം പുറത്ത്. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിനയ് ഗോവിന്ദ്. ഉണ്ണി മുകുന്ദൻ നായകനായ ചിത്രം മാർക്കോ OTT-യിലേക്ക്. ഫെബ്രുവരി 14 മുതൽ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് തുടങ്ങും. സോണി ലൈവിലൂടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക. ഫാലിമിക്ക് ശേഷം നിതിൻ സഹദേവിന്റെ അടുത്ത ചിത്രം മമ്മൂട്ടിക്കൊപ്പം. വാർത്ത നിതീഷ് സഹദേവ് തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടത്. സാംസങ് ഗാലക്സി S24 FE 5Gക്ക് ആമസോണിൽ 24% ഡിസ്കൗണ്ട്. സാംസങ്ങിന്റെ പ്രീമിയം ഫോണുകളിലെ ഫാൻ എഡിഷൻ സ്മാർട്ട് ഫോണാണിത്. ഇന്ത്യയിൽ സൗജന്യ ഇന്റർനെറ്റ് TV സേവനം ആരംഭിച്ച് BSNL. 450-ലേറെ ലൈവ് ടെലിവിഷൻ ചാനലുകളിലേക്ക് ആക്സസ് ലഭിക്കുന്നത് BITV എന്ന മൊബൈൽ ഫോൺ സേവനമാണ് ലഭിക്കുക. ലൈവ് TV ചാനലുകൾക്ക് പുറമെ OTT കണ്ടന്റുകളും BITV ഉപയോക്താക്കൾക്ക് ലഭിക്കും. ചൈനീസ് AI ചാറ്റ്ബോട്ടായ ഡീപ് സീക്കിനെ കുറിച്ച് അന്വേഷിക്കാൻ ദക്ഷിണ കൊറിയ. ഡീപ് സീക്ക് ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കമ്പനിയോട് രേഖാമൂലം ഉടൻ ആരായുമെന്നും റിപ്പോർട്ട്. UPI ഐഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. UPI ഐഡികളിലേക്ക് ഇടപാട് ഐഡികളിലെയോ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റുകൾ പരാജയപ്പെടുമെന്നും NPCI. ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ. അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ശുഭാൻഷുവിന്റെ യാത്ര. ദൗത്യത്തിന്റെ മിഷൻ പൈലറ്റാണ് ശുഭാൻഷു. ബ്രസീലിയൻ സ്ട്രൈക്കർ മാത്യൂസ് കൂനിയ വോളർ ഹാംപ്ടൺ വാറന്റേഴ്സുമായി കരാറിൽ ഒപ്പുവെച്ചു. പുതിയ കരാർ 4.5 വർഷത്തേക്ക്. ആസ്റ്റൺ വില്ലയ്ക്കെതിരായ 2-2 ഗോൾ നേടിയതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. ലാലിഗ ഫുട്ബോളിൽ കരുത്തരായ റയൽ മാഡ്രിഡിന് തോൽവി. ലീഗിൽ എസ്പനോളിനോട് തോറ്റത് എതിരില്ലാത്ത 1 ഗോളിന്. 85-ാം മിനിറ്റിലായിരുന്നു കാർലോസ് റൊമോറയുടെ നിർണായക ഗോൾ. ഐ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി. IB മത്സരത്തിൽ 3-1 എന്ന സ്കോറിനായിരുന്നു ഇന്റർ കാശിയോട് ഗോകുലത്തിന്റെ തോൽവി. മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയ ഗോകുലം കേരളയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.